വയലൻസ് നല്ല വയലൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ സൂപ്പർ ആണ്. നല്ല പടം. ക്യാമിയോ അങ്ങനെ ടോപ്പ് നോച്ച്. അത്രേ പറയാവുള്ളൂ. ടോപ്പ് നോച്ച്. എക്സ്ട്രീം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനപ്പുറം ഇനി കാണിക്കാനും ഇല്ല. അത്രേ ഉള്ളൂ ബ്രോ. കിട്ടി നമ്മുടെ 2024 ആക്സിഡന്റില് ബെസ്റ്റ് പടം. ഒരുപാട് ആക്ഷൻ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ഇതുപോലൊരു പടം വേറെ ഇനി കാണത്തില്ല ബ്രോ. ഞാൻ പ്രതീക്ഷിച്ച ഹനീഫ് അദീലിന്റെ പടമാണെന്ന് വിചാരിച്ചില്ല. പ്രശാന്ത് നീലിന്റെ പടം പോലെ ഇരിക്കും. സിനിമാറ്റോഗ്രഫിയും കളർ ഗ്രേഡിങ്ങും മേക്കിങ്ങും എല്ലാം അതുപോലെ ഇരിക്കും. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ ഡയറക്ടറിന്റെ പേര് അതിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആക്ഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ കിട്ടില്ല. സൂപ്പർ സാധനം. വയലൻസ് ശരിക്കും. ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്ലഡ്. മസ്റ്റ് വാച്ച് പടം തിയേറ്ററിൽ. 18% സൂപ്പർ പടം. കിടിലം പടം. തിയേറ്റർ വാച്ചാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അപ്പാടെ വയലൻസ് ആണ്. ഞാൻ പേടിച്ചത് ഇവളുടെ കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നത്. സൂപ്പർ ആയിരുന്നു. സെറ്റ് പടം. ഇതാണ് ഏപ്പടം. സലാറല്ല, ഇതാണ് ഏപ്പടം. വേറെ ലെവല് തീ. തണുപ്പൊന്നും അറിഞ്ഞില്ല, കണ്ടിരുന്നു പോയി. കണ്ട് കോരിത്തരിച്ചു. രോമാഞ്ചം. ഭയങ്കര വയലൻസ്. ഉണ്ണിമൂന്ന് ഒരു രക്ഷയില്ല. പൊളി. ഇങ്ങനത്തെ ഒരു പടം എന്റെ ജീവിതമുള്ള കിടിലം പടം. നല്ല ഭയങ്കര വയലൻസ് ആണ് ഇത്. സ്ത്രീകൾ പടം പറഞ്ഞതെല്ലാം നീതി പുലർത്തിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾ കാണാൻ പറഞ്ഞെങ്കിൽ ഒരുപാട് കവർ കൊണ്ട് പറഞ്ഞു. അതിനകത്ത് മൊത്തം ആളാണ് വാൾ വെച്ച് തള്ളിക്കുന്നത്. ചേട്ടാ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിട്ട് പോയി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. സെക്കൻഡ് ഹാഫ് വയലൻസ് ഒക്കെ ടോപ്പ്. സെക്കൻഡ് ഹാഫ് ആണ് വയലൻസ്. ചോര തന്നെ. കിടിലം പടം. ബ്രൂട്ടൽ വയലൻസ്. ജഗദീഷിന്റെ ഇൻട്രോ ഒക്കെ അടിപൊളി. എല്ലാരും അടിപൊളി. ഉണ്ണി വന്ന വിഷയം ജഗദീഷ് അത് പൊളിച്ചടിക്കും. ബീജം ഒക്കെ വേറെ ലെവലാ. കുഴപ്പമില്ല ബ്രോ. എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ലെങ്കിലും കാണാൻ കൊള്ളാം. നല്ല പടം. ഇഷ്ടപ്പെട്ടു. വയലൻസ് നല്ല വയലൻസ് ഉണ്ട്. സെറ്റ് വയലൻസ്. അത് കോംപ്രമൈസ് ഇല്ലായിരുന്നു ആ പടത്തില്. ബാക്കി ഒരു ക്ലൈമാക്സ് ഫാമിലി കുഴപ്പമില്ല. പക്ഷെ വയലൻസ് എത്ര പീക്ക് തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുക്കണം. നല്ല പടം. കൊള്ളാം. തല പെരുത്തുപോയി. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻസ്. പറയാനുള്ളത് കൊച്ചു കുട്ടികളെയും പെണ്ണുങ്ങളെയും കൊണ്ട് എന്റെ ദൈവമേ വന്ന് കളയരുത്. ഒരു കിംകി ഡുക്ക് സ്റ്റൈല് പടമാണ്. സിനിമയായിട്ട് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എ സർട്ടിഫിക്കറ്റ്, അതിന്റെ അപ്പുറത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. സ്പോയിലർ അല്ല, ഹൃദയം വരെ ചൂഴ്ന്നെടുക്കുന്ന സീൻ വരെ ഉണ്ട്. അത്രക്കും പക്ക അടിപൊളിയായിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അത് സമ്മതിക്കണം. പക്ഷെ കഥയും അതൊന്നുമല്ല. വയലൻസ് മൂവി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ വാച്ച് സാധനം തന്നെയാണ്. പിന്നെ ലോജിക്കും ബാക്കിയുള്ള സംഭവങ്ങളും പരിപാടിയൊക്കെ ഇതിന്റെ പടിക്ക് പുറത്ത് വെച്ചു. വയലൻസ് അട്ടർ. മലയാളത്തിൽ ഇതേപോലെ ഇത്രയും വയലൻസ് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഭയങ്കര ഹെവി നല്ല മേക്കിംഗ്. അതിന് അനുസരിച്ച് സിനിമയായിട്ട് കാണുക. നൈസ് പടം കേട്ടോ. നൈസ് പടം. ഇതാണ് വയലൻസ് പടമാണ്. സലാറൊന്നും ഒന്നുമല്ല ഏ പടം എന്ന് പറഞ്ഞ. ഇതാണ് ഇൻഡസ്ട്രി വേറെ ലെവലിലെത്തി. അവസാനമൊക്കെ ആകുമ്പോ പേടിച്ചോ കേട്ടാ. നൈസ് പടം. സെക്കൻഡ് പാർട്ട് കാണും.